ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ എക്കണോമിക് പോളിസിയെ കുറിച്ചിട്ടാണ്. 1991 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇതിനെ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ റിഫോം എന്നാണ് വിളിക്കുന്നത്. ബിഫോർ 1991 മുൻപ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി ഏത് തരത്തിലായിരുന്നു? ക്ലോസ്ഡ് ഇക്കോണമി ആയിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പബ്ലിക് സെക്ടറിനായിരുന്നു കൂടുതൽ റിസർവേഷൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ലിബറലൈസേഷൻ നോക്കാം. ഇതിൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക. അതായത് ഒരുപാട് ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസിൽ നിന്നും കുറേയൊക്കെ ഒന്ന് ലിബറലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു മെയിൻ എയിം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ് റിക്വയർഡ് മെനി ലൈസൻസ് രാജ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ലൈസൻസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ലൈസൻസ് രാജ് പോലുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ലിബറലൈസ് ചെയ്തിട്ടുണ്ട്. അബോളിഷൻ ഓഫ് ലൈസൻസ് റിക്വയർമെൻറ്റ്സ് അതിൻ്റെ ഫീച്ചറാണ് LPGൻ്റെ. ദെൻ പ്രൊഡക്ഷൻ, പ്രൈസിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വേർ സ്ട്രിക്ട്ലി റെഗുലേറ്റഡ് ബൈ ദി ഗവൺമെൻറ്. പ്രൊഡക്ഷൻ, പ്രൈസിങ്, ഇൻവെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ സ്ട്രിക്ട്ലി റെഗുലേറ്റഡ് ചെയ്തിരുന്നത് ഗവൺമെൻറ് ആയിരുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു LPG ലിബറലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഫ്രീഡം ഇൻ ദ സ്കെയിൽ ബിസിനസ് ആക്ടിവിറ്റീസ്, അതായത് ബിസിനസ് ആക്ടിവിറ്റീസിന് ആ ഒരു ബിസിനസ്സിനുള്ള ഫ്രീഡം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വാസ് ഓൾമോസ്റ്റ് നോട്ട് അലൗഡ്. അതായത് 1991 മുൻപ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും അലൗഡ് ആയിരുന്നില്ല. എന്നാൽ ഇതിൽ വന്ന അമെൻമെൻ്റ് ആയിരുന്നു ലിബറലൈസേഷൻ ഓഫ് ബാങ്കിങ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ബാങ്കിങ് സെക്ടറിലും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിലും ലിബറലൈസേഷന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതൊക്കെയായിരുന്നു ലിബറലൈസേഷൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ പർപ്പസ് ഓഫ് ലിബറലൈസേഷൻ ആണ് മേക്ക് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് കോമ്പറ്റേറ്റീവ്. ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ കൂടുതലായിട്ടും കോമ്പറ്റേറ്റീവ് ആക്കിയ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും ടെക്നോളജിയും അട്രാക്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു മെയിൻ എയിം എന്ന് പറയുന്നത്, ലിബറലൈസേഷൻ്റെ മെയിൻ പർപ്പസ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.